ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മളിന്നിവിടെ നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ അവസാന ക്ലാസ്സാണ്. കാര്യം നമ്മൾ ഓൾറെഡി 2 ക്ലാസ് എടുത്തു കഴിഞ്ഞു. അപ്പോൾ ചെക്കുകളും DD അതുപോലുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇനിയിപ്പോൾ മാർക്കിംഗ് ഓഫ് ചെക്കാണ് നോക്കാനായിട്ടുള്ളത്. മാർക്കിംഗ് ഓഫ് ചെക്ക്. So what is a marking of check? Marking of a check is a certification by the payee, which is the drawee bank, indicating its obligation to pay the check. അതായത് ഒരു ചെക്കിൽ മാർക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു ബാങ്കിലേക്ക് ചെക്ക് കൊടുക്കുന്നു. ആ കൊടുക്കുന്ന ബാങ്ക് ഉണ്ടല്ലോ, അവരാണത് മാർക്ക് ചെയ്യുക. അവർക്ക് ആ ചെക്ക് കൊടുക്കാനുള്ള ഒബ്ലിഗേഷൻ ഉണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നതാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ അഡീഷണൽ ഗ്യാരണ്ടി. അതൊരു അഡീഷണൽ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. ദ ബാങ്ക് മാർക്സ് എ ചെക്ക് വിത്ത് എ സ്റ്റാമ്പ്. ഒരു സ്റ്റാമ്പ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുക. നമ്മൾ ഒരു കണ്ടുണ്ടാവും, ഒരു തിളങ്ങുന്ന ഒരു സ്റ്റാമ്പ് പോലത്തെ സാധനം ഇതിൽ ഒട്ടിക്കും. എൻഷുറിങ് പേയ്മെൻറ്റ് ഇഫ് ദ ഡ്രോയേഴ്സ് അക്കൗണ്ട് ഹാസ് സഫിഷ്യൻറ്റ് ബാലൻസ്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ചെക്ക് എഴുതി കൊടുത്ത വ്യക്തിയുടെ അക്കൗണ്ടിൽ സഫിഷ്യൻറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ എന്താണ് അത് യൂസ് ചെയ്തുകൊണ്ട് എന്താണ് ചെക്ക് പേ ചെയ്യുമെന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതാണ് മാർക്കിംഗ് ഓഫ് ചെക്ക് എന്ന് വെച്ചാൽ. അതും എന്താണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തതാണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ്. സോ ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ് ഹാവ് ഫെസിലിറ്റേറ്റഡ് ദ ഗ്രോത്ത് ഓഫ് ഇ കോമേഴ്സ്. ഇലക്ട്രോണിക് പേയ്മെൻറ്റുകൾ ഇ കോമേഴ്സിൻ്റെ വളർച്ച ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓഫറിംഗ് എ കൺവീനിയൻറ്റ് ആൻഡ് എഫിഷ്യൻറ്റ് വേ ടു കണ്ടക്ട്. അപ്പോൾ ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ് ഹാവ് ഫെസിലിറ്റേറ്റഡ് ദ ഗ്രോത്ത് ഓഫ് ഇ കോമേഴ്സ്. ഇ കോമേഴ്സിൻ്റെ ഗ്രോത്ത് ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് ഇലക്ട്രോണിക് കോമേഴ്സ് എന്ന് പറഞ്ഞത്. ഇലക്ട്രോണിക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത് ഓഫറിംഗ് എ കൺവീനിയൻറ്റ് ആൻഡ് ഈസിയസ്റ്റ് എഫിഷ്യൻറ്റ് വേ ടു കണ്ടക്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. വളരെ കൺവീനിയൻ്റ് ആണ്. നമുക്ക് ഒരുപാട് ക്യാഷ് ഒന്നും കൊണ്ടുനടക്കണ്ട. അപ്പോൾ നമുക്കൊരു 10 ലക്ഷത്തിൻ്റെ സാധനം വേണമെങ്കിലും പോയിട്ട് ഡയറക്റ്റായിട്ട് പൈസ അടച്ചിട്ട് ഒരു EMI ഒന്നുമില്ലാതെ ചെക്കൊന്നും എഴുതി കൊടുക്കാതെ നമ്മൾ ബാങ്കിൽ നിന്ന് ഡയറക്റ്റായിട്ട് അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് നമുക്കെന്താണ് അത് പർച്ചേസൊക്കെ നടത്താം. അപ്പോൾ അതുകൊണ്ട് വളരെ കൺവീനിയൻറ്റുമാണ്, എഫിഷ്യൻറ്റുമാണ്. ദീസ് സിസ്റ്റംസ് റിലൈ ഓൺ ട്രഡീഷണൽ മെത്തേഡ്സ്. ഈ സിസ്റ്റംസ് ട്രഡീഷണൽ മെത്തേഡ്സ് ആണ് റിലൈ ചെയ്യുന്നത്, അഡാപ്റ്റഡ് ടു ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, മേക്കിംഗ് ട്രാൻസാക്ഷൻ സീംലെസ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രൊഡക്റ്റ് ഓൺലൈൻ. ദെൻ ഫാക്ടേഴ്സ് ഡ്രൈവിംഗ് ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ്. ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റുകൾ കൂടുതലായിട്ടുണ്ടാവാൻ കാരണമെന്നാണ്? ഡിക്രീസിങ് ടെക്നോളജി കോസ്റ്റ് ആണ്. ടെക്നോളജി കോസ്റ്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഈ പറയുന്ന പേയ്മെൻറ്റ് ആപ്പുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് കാര്യമായിട്ട് കോസ്റ്റ് വരുന്നില്ല നമുക്ക്. അതുകൊണ്ട് നമുക്കത് അഫോർഡബിൾ ആണ് അല്ലേ. ദ കോസ്റ്റ് ഓഫ് ടെക്നോളജി ഈസ് ഡ്രോപ്പിംഗ് വിത്ത് കമ്പ്യൂട്ടേഴ്സ് ബിക്കമിങ് മോർ അഫോർഡബിൾ. എല്ലാവരുടെ കയ്യിലും കമ്പ്യൂട്ടറുകളായി, നെറ്റ്വർക്ക് സ്ട്രോങ് ആയി. അതുകൊണ്ടൊക്കെ തന്നെ എന്താണ് സിസ്റ്റം അഫോർഡബിൾ ആണ്. സോ ദ ഇൻ്റർനെറ്റ് ആക്സസ് ബിക്കം ഇൻക്രീസിംഗ്ലി അവൈലബിൾ. ഇൻ്റർനെറ്റ് ആക്സസ് എന്താണ് ഇൻക്രീസിംഗ്ലി അവൈലബിൾ ആവുകയാണ്. ഇൻക്രീസിങ് ഓൺലൈൻ കോമേഴ്സ്. ഓൺലൈൻ കോമേഴ്സ് എന്താണ് ഇൻക്രീസ് ആവുന്നത്? റെഡ്യൂസ്ഡ് ഓപ്പറേഷണൽ ആൻഡ് പ്രോസസ്സിംഗ് കോസ്റ്റ്. ഓപ്പറേഷണലും പ്രോസസ്സിംഗ് കോസ്റ്റ് എന്താണ് റെഡ്യൂസ് ആവുക ചെയ്യുന്നത്. ലോവർ ടെക്നോളജി കോസ്റ്റ് ലീഡ് ടു റെഡ്യൂസ്ഡ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് കോസ്റ്റ്, സേവിങ് ബോത്ത് പേപ്പർ ആൻഡ് ടൈം ഇൻ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ. ഇനി ഇലക്ട്രോണിക് പേയ്മെൻറ്റിൽ പാർട്ടീസ് ആരൊക്കെയാണ്? ഒന്ന് പെയർ ഉണ്ട്, പേയി ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. പെയർ എന്ന് വെച്ചാൽ കസ്റ്റമറാണ്. നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ നമ്മളധികം പെയർ ആയിരിക്കും. പേയി എന്ന് വെച്ചാൽ അത് സെല്ലർ ഓർ മെർച്ചൻറ്റ് റിസീവിങ് ദ പേയ്മെൻ്റ് ആണ്. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ മെർച്ചൻ്റ് ആണ് അതിൻ്റെ പേയി, അയാളിലേക്കാണ് പൈസ പോകുന്നത്. അപ്പോൾ പൈസ കൊടുക്കുന്ന ആൾ പെയർ, പൈസ സ്വീകരിക്കുന്ന ആൾ പേയി. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെ ബാങ്കാണ് അല്ലേ. അയാളുടെ ബാങ്കും നമ്മളെ ബാങ്കും ഉണ്ടാവും. ദർ വിൽ ബി ആൻ അക്വയറർ ബാങ്ക് ആൻഡ് ദർ വിൽ ബി എ പേയിങ് ബാങ്ക്. അത് രണ്ടും ഉണ്ടാവും. ഓക്കെ, അതാണ് വരുന്നത്. അതർ പോസിബിൾ പാർട്ടീസ് വരുന്നത് ഒന്ന് ആർബിറ്റർ, വിച്ച് ഇസ് ട്രസ്റ്റി ആൻഡ് ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റിയാണ്. ദാറ്റ് റിസോൾവ് ദ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ പെയർ ആൻഡ് പേയി. എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വരികയാണെങ്കിൽ ഒരു ആർബിറ്റർ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേക്ക് ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ് അല്ലേ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, നമ്മൾ ബാങ്കിൻ്റെ അക്കൗണ്ട് അതിലായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ദീസ് ആർ ദ പോസിബിൾ പാർട്ടീസ് ഇൻ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം. ദെൻ വാട്ട് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ്? എന്തൊക്കെയാണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്? ഒരു പേപ്പറും ഇൻവോൾവ് ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പേപ്പർ ഇൻവോൾവ് അല്ല. പിന്നെ ഫാസ്റ്റും എഫിഷ്യൻറ്റും കോസ്റ്റ് എഫക്റ്റീവും ആണത്. പെട്ടെന്ന് നടക്കും, എഫിഷ്യൻ്റാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കൃത്യമായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റും നമ്മൾ ആർക്ക് അയച്ചു എന്നുള്ളതൊക്കെ. പിന്നെന്താണ് സെയിം ഡേ വാല്യൂ ആണ്. മോസ്റ്റ് ബാങ്ക് ഓഫർ സെയിം ഡേ വാല്യൂ ഫോർ പേയ്മെൻറ്റ്സ് മെയ്ഡ് വിത്തിൻ ദ. ഇപ്പോൾ സെയിം ഡേ വാല്യൂ എന്ന് വെച്ചാൽ നമ്മളൊരു ഇപ്പോൾ വലിയ ട്രാൻസാക്ഷനൊക്കെ നടത്തുകയാണെങ്കിൽ എത്ര വലുതാണെങ്കിലും അതേ ദിവസം തന്നെ ആ ഫുൾ ഫണ്ട് എന്താണ് എത്ര വാല്യൂ ആണോ അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സെയിം ബാങ്ക് ആണെങ്കിൽ. പിന്നെ ഇൻ്റർ ബാങ്ക് ട്രാൻസ്ഫേഴ്സ് ആണ്. മെനി ബാങ്ക്സ് ഓഫർ സെയിം ഡേ മണി ട്രാൻസ്ഫർ ഫോർ ലാർജ് വാല്യൂ ഓഫ് ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻ. മറ്റ് ബാങ്കുകളാണ്. ഇതിപ്പോൾ ഒരേ ബാങ്കിന് തന്നെ എത്ര വാല്യൂ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം മറ്റ് ബാങ്കുകളാണെങ്കിലും സാധിക്കുന്നുള്ളതാണ്. പിന്നെ ഫേസസ് ആണ്. ഫേസസ് എന്ന് വെച്ചാൽ ഘട്ടങ്ങളാണ് ഈ പേയ്മെൻറ്റ്. ഒന്നെന്താണ് ബോത്ത് പെയർ ആൻഡ് പേയി രജിസ്റ്റർ വിത്ത് റെസ്പെക്റ്റീവ് ഇഷ്യൂവർ ആൻഡ് അക്വയറർ ലിങ്കിങ് ദർ ഐഡൻറ്റിറ്റീസ് ആൻഡ് അക്കൗണ്ട്സ് ഫോർ ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ. അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ GPay ആണെങ്കിലും ഏത് UPI ട്രാൻസാക്ഷൻ ആണെങ്കിലും
രജിസ്ട്രേഷൻ വേണം. പിന്നെ ഇൻവോയ്സിങ്, ദ പേയർ ഒബ്റ്റെയിൻസ് എൻ ഇൻവോയ്സ് ഫ്രം ദ പേയി ഐദർ ത്രൂ ആൻ ഓൺലൈൻ പർച്ചേസ് ഓർ ആൻ ഇലക്ട്രോണിക്, അതായത് ഇമെയിൽ കിട്ടണം എന്നുള്ളതാണ്. നമ്മളിപ്പം ഈ പേയ്മെൻറ്റിലെ രജിസ്ട്രേഷൻ രണ്ടുപേർക്കും വേണം, അത് കഴിഞ്ഞിട്ട് ഇൻവോയ്സ് കിട്ടണം, അതായത് PDF ഫോമിൽ ഇൻവോയ്സ് കിട്ടണം എന്നുള്ളതാണ്. പിന്നെ പേയ്മെൻറ്റ് സെലക്ഷൻ ആൻഡ് പ്രോസസ്സിങ്, പേയ്മെൻറ്റ് കഴിഞ്ഞ് എന്താണ് പേയ്മെൻറ്റ് സെലക്ഷനും ഏത് രീതിയിലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്, ക്രെഡിറ്റ് കാർഡ് ആവാം, ക്യാഷ് ആവാം, ചെക്ക് ആവാം, അത് പ്രോസസ്സ് ചെയ്യണം എന്നുള്ളതാണ്. ദ പെയർ സെലക്ട്സ് ദ പേയ്മെൻറ്റ് മെത്തേഡ് ആൻഡ് പ്രൊവൈഡ്സ് റെലവൻറ്റ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്. ഇൻ സം കേസസ് ദ പെയർ മൈറ്റ് നീഡ് പ്രീ ഓതറൈസേഷൻ ബിഫോർ പ്രൊസീഡിങ്. പിന്നെ പേയ്മെൻറ്റ് ഓതറൈസേഷൻ ആൻഡ് കൺഫർമേഷനാണ്. പേയ്മെൻറ്റ് ഓതറൈസേഷനും കൺഫർമേഷനും നടത്തണം എന്നുള്ളതാണ്. ഇനി ടൈപ്സ് ഓഫ് പേയ്മെൻ്റ് ആണ്. ഒന്ന് കാർഡ്സ് ഉണ്ട്, എന്താണ് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, പ്രീപെയ്ഡ് കാർഡുകൾ ഉണ്ടാവും. ആർ മോസ്റ്റ് കോമൺ ഫോംസ് ഓഫ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ്. ട്രാൻസാക്ഷൻസ് ആർ മെയ്ഡ് ബൈ സ്വൈപ്പിംഗ് ദ കാർഡ്, നമുക്കറിയാം കാർഡ് യൂസ് ചെയ്തിട്ട്. പിന്നെ ഇൻ്റർനെറ്റ് പേയ്മെൻറ്റുകളുണ്ട്, ഓൺലൈൻ പേയ്മെൻറ്റുകൾ. ഓക്കെ, പേയ്മെൻറ്റ് മെയ്ഡ് ത്രൂ ഓൺലൈൻ ബാങ്ക് ട്രാൻസ്ഫർ. നമ്മൾ ഇൻ്റർനെറ്റിലൂടെ തന്നെ ബാങ്ക് പണ്ടൊക്കെ നമ്മൾ SBI അക്കൗണ്ട് നമ്പറൊക്കെ അടിച്ചു കൊടുത്തിട്ട് IFSC കോഡും ഒക്കെ അടിച്ചു കൊടുത്ത് നമ്മൾ ഇൻ്റർനെറ്റ് പേയ്മെൻറ്റുകൾ ഉണ്ടാവും. പിന്നെ മൊബൈൽ പേയ്മെൻറ്റുകളാണ്, അതിപ്പോൾ ഇൻക്രീസിംഗ്ലി മൊബൈൽ ഫോണുകൾ യൂസ് ചെയ്തിട്ടുള്ള പേയ്മെൻറ്റുകളാണ്. ദെൻ ദർ ഈസ് ബയോമെട്രിക് പേയ്മെൻറ്റ്. അപ്പോൾ ബയോമെട്രിക് ആർ സ്റ്റിൽ ഇൻ ഏർലി സ്റ്റേജ് വിത്ത് ട്രയൽസ് ഇൻ കൺട്രീസ് ലൈക്ക് US ആൻഡ് ഓസ്ട്രേലിയ. നമ്മൾ വെറും ബയോമെട്രിക്സ് മാത്രം, നമ്മളെന്താണ് ഇപ്പോൾ നമ്മളെ ഈ പറയുന്ന ബയോമെട്രിക്സ് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ആവാം, അല്ലെങ്കിൽ ഐറിസ് സ്കാനിങ് ആവാം, കണ്ണിലൂടെ ഉള്ള സ്കാനിങ് ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളതൊന്ന് കൈ വെച്ചിരുന്ന എന്താണ് എത്ര എമൗണ്ട് ആണോ അതിപ്പോൾ നമ്മൾ ഇതും കൂടി വേണ്ട, കാർഡോ മൊബൈൽ ഫോണോ GPay കൂടി വേണ്ട. അപ്പോൾ അത്ര ഒരു ബയോമെട്രിക് വെച്ചിട്ട് നമ്മൾ പൈസ അടിച്ചു കൊടുക്കുക, അതായത് പൈസ അടിക്കുക, അതായത് നമ്മൾ ബയോമെട്രിക് വെക്കുക, അതോടുകൂടി പേയ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ബയോമെട്രിക്സ് എങ്ങോട്ടാണ് ബാങ്കിലേക്ക് അത് കണക്ട് ചെയ്യുന്ന മാതിരിയാണ്. Fingerprints are used identification and access through voice recognition and retina scans are being explored. Biometric identifier replaces traditional methods of like cards and check for transaction security, but payment is still charged to a credit card or account. ഒരു അക്കൗണ്ടിലേക്കോ ക്രെഡിറ്റ് കാർഡിലേക്കോ അത് ചാർജ് ചെയ്യാം. പിന്നെ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് നെറ്റ്വർക്കുകളാണ്. ഡിഫറെൻറ്റ് കൺട്രീസ് ഹാവ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് നെറ്റ്വർക്ക്സ് ദാറ്റ് അലൗ consumers to make payment electronically. Example ACH, Automated Clearing House in the US, EFT POS in Australia, Singapore, domestic and other domestic networks for payment between business and individual. അപ്പോൾ ഇതിൽ ഉദാഹരണങ്ങൾ ACHും EFT POS ഒക്കെ ഉദാഹരണങ്ങളാണ്. പിന്നെ പേഴ്സൺ ടു പേഴ്സൺ P2P പേയ്മെൻ്റ് ആണ്. ഇതൊരിക്കലും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അതാ സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്നത്. P2P payments allow individuals to pay others using an account, prepaid card or other value storage mechanism. Services like PayPal are widely used for P2P transaction. The Tower Group estimates that P2P transaction will increase from 105 million in 2002 to 1.5 billion by 2005. Future P2P payments could be made through mobile phones or PDAs. Okay, portable device ആണ് PDAs. അപ്പോൾ P2P പേയ്മെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോക്കി നോക്കുക, ഇൻഡിവിജ്വൽസ് തമ്മിൽ പേപ്പാൽ പോലുള്ള എന്താണ് അങ്ങനത്തെ ചില ആപ്പുകളുണ്ട്, സൈറ്റുകളുണ്ട്, അതുവഴി എന്താണ് പേയ്മെൻറ്റ് നടത്തുന്നതിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്.